ഇന്നലെ വന്ന ഒരാളിന് വേണ്ടിയിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. ക്യാരക്ടർ ബേസിൽ ഒരു കഥ വായിക്കുമ്പോൾ അതാരാ ആ വേഷം ചെയ്യുന്നത്, അത് ഇന്നയാളാ എന്ന് അത് ഇന്നയാൾ ഉണ്ടല്ലോ പുള്ളി അത് നന്നായിട്ട് ചെയ്യുമല്ലോ അത് എന്ന് പുള്ളി ഒരു അഭിപ്രായം പറഞ്ഞാൽ പുള്ളിയിലെ കലാകാരനാണത് പറയുന്നത്. അല്ല മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ആ കലയോടുള്ള അദമ്യമായ അറിവ്, അതിൻ്റെ ആ ആഴവും പരപ്പും അനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇന്നയാൾ ചെയ്താൽ അത് നന്നായിരിക്കും. അപ്പോൾ ആ സിനിമ നന്നാകണം എന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അതിലിടപെടുന്നത്, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അത് വേറെ വേഷം ചെയ്തപ്പോൾ ഞാൻ തന്നെ ആ വേഷം ആരാണ് ചെയ്യുന്നത്, അത് കോട്ടയൻ്റെ വേഷം, അത് വേണ്ട അയാൾ വേണ്ട, അയാളത് ചെയ്താൽ ശരിയാകത്തില്ല എന്നും പറയും അദ്ദേഹം. അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം ടൈപ്പ് ആയി പോയെന്നോ അല്ല അതുകൊണ്ട് ആ വേഷം ചെയ്യാൻ പുള്ളി ചെയ്താൽ ശരിയാകത്തില്ല എന്ന് തോന്നുന്നത് ആ സിനിമയെ ബാധിക്കുന്ന കാര്യമാണ്. ബന്ധങ്ങൾ വെച്ചോ പരിചയം വെച്ചോ ഒക്കെ എനിക്ക് ആ വേഷം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങ് ചെയ്തു പോയെന്നിരിക്കും. പക്ഷെ അത് സക്സസ് ആകണമെങ്കിൽ ആ നല്ല രീതി വരണമെങ്കിൽ ചേർന്ന രീതി വന്നെങ്കിലേ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുള്ളൂ. അല്ലെ എനിക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നതിനകത്ത് കാര്യമില്ല. അപ്പം ആ സിനിമയ്ക്ക് ഗുണം ചെയ്യണമെങ്കിൽ അത് നോക്കും, അത് നോക്കുന്ന ആളാണ് മമ്മൂക്ക. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ചെയ്തു. ലാൽ സാറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതില്ല. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, കൂടെ നിൽക്കുമ്പം വേണ്ട എന്താണെന്ന് വെച്ചാൽ ആരെയും ഇതാകുമോ അങ്ങനെയുള്ള വിഷമിപ്പിക്കുകയോ അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് തന്നെ